ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെയിം വലുപ്പത്തിലുള്ള 2 ബോൾസ് ആക്കി എടുക്കാം. ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് ഈ ബോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ മറ്റേ ബോളും കൂടെ പരത്തിയെടുക്കാം. ഇങ്ങനെ 2 ബോളും പരത്തിയെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് ചുറ്റുഭാഗവും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ റോൾ ചെയ്തെടുക്കുക. ഇത് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. ദാ ഇതുപോലെ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സിൽ ഓരോ സ്നാക്കും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ ഉള്ളിലുള്ള ലെയറൊന്നും ശരിക്കും കുക്കായി കിട്ടൂല. അപ്പോൾ ഇതുപോലെ ഒരു വശം കുക്കായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാ വശവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ വശവും ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ കോരി മാറ്റാം.
അങ്ങനെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്